ഹായ് ഹലോ വെൽക്കം ബാക്ക് ലൈലൂസ് ലൈഫ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പർച്ചേസിംഗ് ആണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ആ ഒരു യാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം ഗോവയിലേക്കാണ്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വൈകുന്നേരം ട്രെയിൻ കയറി, പിന്നെ മംഗലാപുരത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നും മഡ്ഗോണിലേക്ക് ട്രെയിൻ കയറാണ് ചെയ്തത്. ഞങ്ങൾ മോർണിംഗ് ആകുമ്പോൾ ഞങ്ങൾ മഡ്ഗോണിലെത്തിട്ടോ. ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കോഴിക്കോട് നിന്ന് നേരിട്ട് ട്രെയിനുണ്ട്. ഇപ്പോൾ 2 മാസം മുമ്പൊക്കെ ട്രെയിൻ ബുക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് നേരിട്ടുള്ള യാത്ര പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പാക്കേജ് എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള ബസ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടരാണ്. ഞങ്ങൾ ആരും ട്രെയിനിൽ നിന്നൊന്നും ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ പോകുന്ന വഴി ചെറിയൊരു പെട്ടിക്കട കണ്ട് അവിടെ ഇറങ്ങി. ഈ പെട്ടിക്കടയിൽ നിന്ന് നമുക്കെല്ലാവർക്കും ചായ കുടിക്കാം, വേണ്ടവർക്കൊക്കെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ചായയും അതേപോലെ തന്നെ ഈ തേങ്ങ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓരോ യാത്രകളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുക. ഇവിടെയും അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ പുറം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്, എത്താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഇവിടെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക. പിന്നെ ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, ദോശ ഉണ്ട്. ഇതെല്ലാം ഒരാൾക്കുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തി. അപ്പോൾ നമുക്ക് ബസ് കാത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കുള്ള വണ്ടി വരാമെന്ന് പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും റൂമിൽ തന്നെ ഇരുന്ന് എല്ലാവരും പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത കാഴ്ച എന്നുള്ളത് നമ്മളൊരു ചർച്ച് കാണാൻ വേണ്ടി പോവാം കേട്ടോ. അതായത് ക്രിസ്ത്യൻ പള്ളി കാണാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കട്ടോ. ഈ പള്ളീൻ്റെ 2 സൈഡിലായിട്ടുള്ള എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൽ മറ്റൊരു സൈഡിലൂടെയുള്ള എൻട്രൻസിലൂടെയാണ് ഞങ്ങൾ കയറിയത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അല്ലാന്നാ തോന്നുന്നുണ്ട്, അതിൻ്റെ ഫ്രണ്ട് ഭാഗം മറ്റൊരു വഴിയാണ്. പിന്നെ ഈ ചർച്ചിൻ്റെ പേരാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്നുള്ളത്. എന്താണ് ബോം ജീസസ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണിയേശു എന്നുള്ളൊക്കെ ഒരു പിന്നെ അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഈ പള്ളി പണിയാൻ 11 വർഷം എടുത്തു എന്ന് പറയപ്പെടുന്നു. അത് 1594 മുതൽ 1605 വരെയാണ് അവരെടുത്ത ഈ ഒരു ടൈം. ഇത് നമ്മൾ ചെങ്കല്ല് കൊണ്ടൊക്കെയാണ് കേട്ടോ പണിതിട്ടുള്ളത്. നല്ല കൊത്തുപണികളുള്ള ജനവാതിലും വാതിലുകളും ഇതൊക്കെയാണ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എത്തിയ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. നമുക്കറിയില്ല ഇങ്ങനൊരു ഡേ ആണെന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തായാലും അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം അതിൻ്റെ കാരണം പറഞ്ഞു തരാം. അത് കാണിക്കാനൊന്നും പറ്റില്ല, കാരണം അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ വലിയ സെറ്റപ്പായിട്ട് പന്തലൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ സ്റ്റേജൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആ സ്റ്റേജിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്ലവർ ഫുൾ ഒറിജിനൽ ഫ്ലവറാട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടം. അപ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ പള്ളീൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണാനുള്ളത്. ഇത് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെയൊക്കെ പന്തലിട്ടിട്ട് നമുക്കങ്ങനെ മുകളിലേക്ക് ക്യാമറ ഉയർത്തിയാലൊന്നും കാണൂല. ഇനി പള്ളീൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എല്ലാവർക്കും കയറാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാ ആളുകൾക്കും കയറാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ ഇവിടെ നല്ല തിരക്കാണെന്നുള്ള കാരണം. അതിൻ്റെ കാരണം എന്താണോ, ഇവിടെ 450 വർഷത്തിലധികം പഴക്കമുള്ള, അതിലേറെ ഉണ്ടെന്ന് പറയപ്പെടുന്നു കേട്ടോ, എനിക്ക് കറക്റ്റൊന്നും അറിയില്ല. അങ്ങനെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഫ്രാൻസിസ് എക്സ്വേറിൻ്റെ തിരുശേഷിപ്പ്, അതായത് അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പള്ളിയാണിത്. അപ്പോൾ ഓരോ 10 വർഷം കൂടുമ്പോൾ
ഇദ്ദേഹത്തിൻ്റെ ശരീരം എന്താണ് പൊതുദർശനത്തിനായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഡിസംബർ 5 വരെ ഇങ്ങനെയുള്ളൊരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നമുക്ക് വീഡിയോസ് എടുത്ത് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പറ്റുന്ന പോലെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ശവശരീരമല്ല കേട്ടോ കാണിക്കുന്നത്, അത് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇവർ ഇങ്ങനെ പുൽക്കൂടും ഇതൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതൊക്കെ. പിന്നെ ഇതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയുന്നവരുണ്ടാവും. എനിക്ക് അല്ലാതൊന്നും അറിയില്ല ഈ ഒരു സംഭവങ്ങളൊന്നും. എനിക്കറിയുന്ന വിവരങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഇറങ്ങുമ്പോൾ ഒരുപാട് സ്റ്റോളുകളുണ്ട്. സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജ്. അപ്പോൾ ആ സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.